നീ ഈ വീടിന്റെ ദേവതയാ. നീ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും നല്ലൊരു കുടുംബം ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടുമായിരുന്നില്ല. ഒന്ന് വെറുതെ ഇരിക്കെ. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ 3 കുട്ടികളെയും നീ നന്നായി വളർത്തി. നല്ല അറിവും നല്ല ശീലങ്ങളും പഠിപ്പിച്ചു. അവരെത്ര ഉന്നത വിദ്യാഭ്യാസം നേടിയാലും അമ്മ തന്നെയല്ലേ അവരുടെ ആദ്യ ഗുരു. എന്റെ സമ്പാദ്യം കുറഞ്ഞതായാലും കൂടിയതായാലും ഉള്ളതുകൊണ്ട് നീ കുടുംബം നടത്തി. ആവശ്യത്തിന് മാത്രം ചിലവാക്കിയിട്ട് ബാക്കി മിച്ചം പിടിച്ചു. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് പണത്തിന്റെ മൂല്യം എന്താണെന്ന് നീ മനസ്സിലാക്കി കൊടുത്തു. നിന്റെ വളർത്തുഗുണമാണ് മക്കളെയൊക്കെ ഇതുപോലെ നല്ല നിലയിൽ എത്തിച്ചത്. എന്താ ഏട്ടാ, എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്താണെന്ന് പറയല്ലേ. ഈ ലോകത്ത് അമ്മയുടെ കഷ്ടപ്പാടാണ് എല്ലാരും അറിയുക. കുട്ടികൾക്ക് വേണ്ടി അച്ഛന്റെ കഷ്ടപ്പാട് അതാരും അറിയുന്നില്ല. ഒടുവിൽ മക്കൾ പോലും അത് മറക്കും. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. അന്നത്തെ നമ്മുടെ കഷ്ടപ്പാടാണ് ഇന്ന് നമ്മുടെ കുട്ടികളെ ഈ നിലയിലേക്ക് എത്തിച്ചത്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥ ഈശ്വരൻ അത് ഏട്ടനാണ്. ഈ കുടുംബം അവസാനം വരെ ഇതുപോലെ സന്തോഷമായിട്ട് ഒത്തൊരുമയോടെ ഇരിക്കണം ജയന്തി. കുട്ടികൾ ഇനിയും ജീവിതത്തിൽ വിജയിച്ചുകൊണ്ടേയിരിക്കണം. ഏട്ടൻ ആഗ്രഹിച്ചതല്ലേ, ഉറപ്പായിട്ടും അത് നടക്കും. നമുക്ക് പുറത്തു വെച്ച് പാർട്ടി നടത്തിയ പോരായിരുന്നു ഏട്ടാ. ബോട്ടിൽ എന്തിനാ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? നൈറ്റ് കുടിച്ചിട്ട് ഒന്ന് കതവ് തട്ടിയാ അവര് നമ്മളെ വീട്ടിൽ കയറ്റോ? പിന്നെ വീട്ടിൽ വെച്ച് കുടിച്ച വെറുതെ വിടുവോ? രാത്രി എല്ലാരും ഉറങ്ങിയതിന് ശേഷം ടെറസിൽ പോയിട്ട് സൈലന്റ് ആയിട്ട് 2 എണ്ണം അടിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങാം. രാവിലെ തന്നെ എണീറ്റ് താഴോട്ട് വരാടാ. ഐഡിയ സൂപ്പറായേട്ടാ. പിന്നെ രാത്രി ഒന്നും കഴിക്കാൻ നിൽക്കണ്ട. പിന്നെ കഴിപ്പൊന്നും നടക്കില്ല. വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാമല്ലോ. ഒടുക്കത്തെ ബുദ്ധിയാണല്ലോ എന്റെ ഭാസ്കരേട്ടന്. ബുദ്ധി വരാതിരിക്കോടാ, ഐറ്റം അല്ല കയ്യിലിരിക്കുന്നേ. അതൊക്കെ പോട്ടെ, രാത്രി ആവുന്നവരെ ഈ ബോട്ടിൽ എവിടെ വെക്കും? എന്റെ റൂമിൽ വെച്ചാ നിന്റെ ഏട്ടത്തെ കണ്ടുപിടിക്കും. പിന്നെ എന്നെ ഒരു വഴിക്കാക്കും. എന്റെ റൂമിൽ വെക്കുകയാണെങ്കിൽ കാർത്തിക കണ്ടുപിടിക്കും. വീടിനുള്ളിൽ കാർഡ് കളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞവര് ഡ്രിങ്ക്സ് കുടിക്കുന്നവരുടെ വഴക്കുണ്ടാക്കില്ലേ ഏട്ടാ? അബിയുടെ റൂമിൽ വെക്കാം. അവനെന്തായാലും ഓഫീസിലായിരിക്കുമല്ലോ. ബസ് എടുത്ത് വീട്ടിലല്ലേ ഉള്ളത്, ബസ് എടുത്ത് കണ്ട. അത് ശരിയാണല്ലോ. ഒരു ഐഡിയ ചെയ്യാം. എന്താ ഏട്ടാ? ഫ്രിഡ്ജില് കൂൾ ഡ്രിങ്ക്സിന്റെ ബോട്ടിലില്ലേ, അതിനെ കാലിയാക്കിയിട്ട് ആ ബോട്ടില് ഇതൊഴിച്ചു വയ്ക്കാം. ബസ് ചോദിച്ചാ കൂൾ ഡ്രിങ്ക്സ് ആണെന്ന് പറയുകയും ചെയ്യാം. വാട്ട് ആൻ ഐഡിയ സർജി. ശരി ശരി, നീ പോയി കൂൾ ഡ്രിങ്ക് ബോട്ടിൽ എടുത്തിട്ടോ. എന്റെ ഏട്ടാ, ഈ ബോട്ടിലും കൂടി ഒഴിക്കുക. ഒഴിക്കാം. മതി 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 മതി. ഇനി ഇതിലൊഴിക്കുക, ഇതിലൊഴിക്കുക. കുറച്ച്. ഇനി ഇതിൽ കുറച്ച് ഒഴിക്കുക. എടാ കള്ളാ, നീ അപ്പൊ എന്നെക്കാളും ഓക്കെ, അത് മതി. ഒന്ന് പെട്ടെന്ന് പോടാ. നമുക്കിന്ന് സ്പെഷ്യൽ എന്തെങ്കിലും ട്രൈ ചെയ്താലോ ചേച്ചി? അഖിലേ, വസുവും ഭാവനും കിച്ചണിലുണ്ട്. ഈ ബോട്ടിൽ ഇപ്പൊ എങ്ങനെ വെക്കും? മുകളിലത്തെ റൂമിൽ കൊണ്ട് വെക്കാം. ശരി, വാ. അല്ല, ഇത് എവിടെ ഏട്ടാ വെക്കാം? അതാടാ ഞാനും നോക്കുന്നേ. ഇവിടെ വെക്കാം. അല്ല, ഇവിടെ വെച്ചാ സേഫ് ആയിട്ട് ഇരിക്കുമല്ലോ അല്ലേ?
ഈ റൂമിലല്ലാതെ ഈ വീട്ടിൽ മറ്റൊരിടത്ത് സേഫായിട്ട് വെക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് തന്നെ വെക്കേ. ഭാസ്കരേട്ടാ, അഖിൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തോണ്ടിരിക്കുക? അത് പിന്നെ എടുത്തി ഏട്ടൻ എന്ത് ബോട്ടിൽസാ ഇത്? ഇത് കൂൾ ഡ്രിങ്ക് ബോട്ടിലാ മോളെ. കൂൾ ഡ്രിങ്ക് ബോട്ടിൽ. കൂൾ ഡ്രിങ്ക് ബോട്ടിൽസോ? കൂൾ ഡ്രിങ്ക് ബോട്ടിലാ എടുത്തി ഈ റൂമിൽ വെക്കാന്ന് വിചാരിച്ചു. കൂൾ ഡ്രിങ്ക് ബോട്ടിൽസ് ഒക്കെ ഫ്രിഡ്ജിലല്ലേ വെക്കേണ്ടത്? റൂമിൽ എന്തിനാ വെക്കുന്നത്? ഏട്ടാ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെടുത്ത് കുടിക്കില്ലേ? അതേ എടുത്തി സുമംഗലി ഇളയമ കണ്ടു കഴിഞ്ഞാൽ മുഴുവനും കുടിക്കും. കുടിച്ചെന്നും പറഞ്ഞ് എന്താ ഇപ്പൊ പ്രശ്നം? വലിയ പ്രശ്നമാവും മോളെ. പ്രശ്നോ? അത് ചെറിയ കുട്ടികൾ കൂൾ ഡ്രിങ്ക്സ് ഒരുപാട് കുടിക്കാൻ പാടില്ല എടുത്തി. നമ്മുടെ സുമംഗലി ഇളയമയെ പോലെ മുതിർന്നവരും കൂൾ ഡ്രിങ്ക്സ് അധികമായിട്ട് കുടിക്കാൻ പാടില്ല മോളെ. അതെ അതെ. പക്ഷെ കൂൾ ഡ്രിങ്ക്സ് ഈ റൂമിലേക്ക് കൊണ്ടുവന്നത് എന്തിനാ? പാർട്ടി നടത്താൻ വേണ്ടിട്ട്. പാർട്ടിയോ? കൂൾ ഡ്രിങ്ക്സ് പാർട്ടി എടുത്തി. ഇന്ന് പത്രത്തില് നമ്മുടെ ഈവനിന്റെ ആർട്ടിക്കിൾ വന്നില്ലേ, അതുകൊണ്ടാ ഈവനിങ് കൂൾ ഡ്രിങ്ക് പാർട്ടി നടത്താന്ന് അഭിയേട്ടനാ പറഞ്ഞത്. കൂൾ ഡ്രിങ്ക്സ് വീട്ടിൽ വെച്ചിട്ട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ചോളൂ. കുട്ടികളൊന്നും ഇങ്ങോട്ട് വരാതെ നോക്കിക്കോണേ മോളെ. അവര് കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. ശരി ഭാസ്കരേട്ടാ. പ്രത്യേകിച്ച് നമ്മുടെ സുമംഗലി ഇളയമയല്ലേ, ഇത് കാണാനേ പാടില്ല എടുത്തി. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു സിംഗിൾ ഡ്രോപ്പ് പോലും ഞങ്ങൾക്ക് കിട്ടില്ല. ശരി അഖിൽ. വൈകുന്നേരം ആവും വരെയും ഇതിനെ കാത്തു സൂക്ഷിക്കേണ്ട ജോലി നിന്റേതാണേ മോളെ. നീ തന്നെ കാത്തു സൂക്ഷിച്ചോണം കേട്ടോ. ഓക്കെ ഭാസ്കരേട്ടാ, ഞാൻ സേഫ് ആയിട്ട് വെച്ചോളാം. ഒരുപാട് നന്ദി എടുത്തി. ഞങ്ങളുടെ ഡ്രിങ്ക്സ് കാത്തു സൂക്ഷിക്കുന്ന ദേവതയാ അവിടുന്ന്. അതിനിപ്പോ എന്താ ഉള്ളത്? ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ എന്തിനാ താങ്ക്സ് പറയുന്നത്? അത് മാറ്റർ ചെറുതായിരിക്കും മോളെ, പക്ഷെ സംഭവം സീക്രട്ട് ആയിരിക്കണം. സീക്രട്ട് ആയിട്ട് സേഫ് ആയിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. ഡോണ്ട് വറി. നിങ്ങൾ ഓഫീസിലേക്ക് പൊക്കോ. ഏടത്തെ വിശ്വസിച്ചിട്ടാ ഞങ്ങൾ ഈ ഡ്രിങ്ക്സ് ഇവിടെ വെച്ചിട്ട് പോകുന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം ഏടത്തിക്കാ. എന്താ വലിയ വലിയ ഡയലോഗ് ഒക്കെ പറയുന്നു? ഇടാകില്ലേ, നമ്മുടെ ബസ്സൂരും ഡൗട്ട് അടിക്കുന്നു തോന്നുന്നു. നീ വാ, പെട്ടെന്ന് ഇവിടെ എസ്കേപ്പ് ആവാം. ശരി എടുത്തി, ഈ ബോട്ടില് സൂക്ഷിച്ചോണേ. എന്നാ ഞങ്ങൾ പോട്ടെ മോളെ. ബൈ എടുത്തി. എന്താ ചേച്ചി വല്ലാതിരിക്കുന്നെ? എന്താ കാര്യം? നീ പറഞ്ഞത് കറക്റ്റാണ് വസു. ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാ. നമ്മളോട് ഒന്ന് കാണിക്കും, അവരോട് വേറെന്തെങ്കിലും കാണിക്കും. എന്തു പറ്റി? എന്താ ഇപ്പൊ ഇത്ര ദേഷ്യത്തില്? ഇന്ന് നമ്മുടെ ഈവന്റ്സിനെ കുറിച്ച് പേപ്പറിൽ ആർട്ടിക്കിൾ വന്നില്ലേ? എല്ലാവർക്കും സന്തോഷമായല്ലോ. ഈ ഒരു അവസരം നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണമെന്ന് അഖില് പറഞ്ഞതല്ലേ? അതിന് അഭിയോ അപ്പൊ ഓക്കെ പറഞ്ഞതല്ലേ? അതെ. ഇപ്പൊ അവർ ഓഫീസിൽ പോകാൻ ഇറങ്ങിയപ്പോ സെലിബ്രേഷൻ ഇല്ലേന്ന് ചോദിച്ചു. എന്തുകൊണ്ടില്ല, സന്തോഷായിട്ട് ആഹാരം ഉണ്ടാക്കി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവരിറങ്ങിപ്പോയി. എനിക്കെങ്ങനെ ദേഷ്യം വന്നെന്നറിയോ? ഞാനും ചോദിച്ചു എടത്തി, ഭാസ്കരേട്ടനെ പോലെ കോഫിയും ടീ ഇട്ട് കുടിച്ചോന്നും അത് തന്നെ നിനക്ക് വലിയ പാർട്ടിന്ന് പറഞ്ഞിട്ട് പോയി. എന്റെ അവസ്ഥയും അങ്ങനെയൊക്കെ തന്നെയാ കാർത്തിക. ഏട്ടന് ഫോൺ ചെയ്തിട്ട് ഏട്ടൻ ഫോൺ എടുക്കുന്നതേ ഇല്ല. ഈ ആണുങ്ങളല്ലേ ഇങ്ങനെ
അവരാണെങ്കിൽ പുറത്ത് ബാറ് പബ് എന്ന് പറഞ്ഞ് ആഘോഷിച്ച് നടക്കും. നമുക്കൊരു ആഘോഷവും സന്തോഷവും ഇല്ല. അതെന്താ ആന്റി അങ്ങനെ? നമുക്കും പാർട്ടി ചെയ്തൂടെ? നമുക്ക് എങ്ങനെ പാർട്ടി ചെയ്യാൻ പറ്റും? അവര് ഡ്രിങ്ക്സ് പാർട്ടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂൾ ഡ്രിങ്ക്സ് പാർട്ടി ചെയ്യും. ആ ആ, അതെ അതെ, നമുക്കും കൂൾ ഡ്രിങ്ക്സ് പാർട്ടിയൊക്കെ എൻജോയ് ചെയ്യാം. പക്ഷെ അതിന് നമുക്ക് കൂൾ ഡ്രിങ്ക്സ് വേണമല്ലോ. അത് എന്റെ റൂമിലുണ്ടല്ലോ. കൂൾ ഡ്രിങ്ക്സ് നിന്റെ റൂമിൽ എങ്ങനെയാ വന്നത്? പാർട്ടി നടത്താൻ വേണ്ടിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് പോയിരിക്കാ. സത്യമാണോ എടത്തി? എടത്തി സൂപ്പറാ. പക്ഷേ അച്ഛനും അമ്മയും എന്തു പറയോ എന്തോ. അവരന്ന് വീട്ടിലില്ലല്ലോ. കുറച്ചു മുന്നേ എന്തോ ഫംഗ്ഷൻ എന്നും പറഞ്ഞ് അവര് പുറത്തേക്ക് പോയിരിക്കല്ലേ. കുട്ടികളെ അവര് കൂടെ കൊണ്ടുപോയി. അച്ഛനും അമ്മയും വീട്ടിലെത്തുന്നതിന് മുൻപ് നമുക്ക് പാർട്ടി ഫിനിഷ് ചെയ്തേക്കാം. കാർത്തിക, നീ ഗ്ലാസ് റെഡിയാക്കി വെക്ക്. ചേച്ചി സ്നാക്സ് റെഡിയാക്കി വെക്ക്. ഓക്കെ. എളമ ഹോള് റെഡിയാക്കി വെക്ക്. ഞാൻ പോയി കൂൾ ഡ്രിങ്ക്സ് എടുത്തിട്ട് വരാം. ആ ശരി ശരി. Take it slow. You know, there's no time. ആന്റി, പബ്ബ് പോലെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഫീലിന് വേണ്ടിയാ ഇങ്ങനെ അറേഞ്ച് ചെയ്തേ. കൂൾ ഡ്രിങ്ക്സ് എന്താ ഒരുമാതിരി ഇരിക്കുന്നേ? അതെ വസു, ചെറിയ പുളിപ്പും കയ്പും ഒക്കെ ഉണ്ട്. പുതിയ ഏതെങ്കിലും കൂൾ ഡ്രിങ്ക്സ് ആയിരിക്കും എടത്തി? അതെ ചേച്ചി, ഇപ്പൊ മാർക്കറ്റില് പുതിയ ഒരുപാട് കൂൾ ഡ്രിങ്ക്സ് വരികയല്ലേ. ആഹാ, എന്താണേലും എന്താ, പാർട്ടി നടത്തുന്നതാ പ്രധാനം. ആ കുടിക്കേ കുടിക്കേ കുടിക്കേ. എൻജോയ്. ഇത് കുടിക്കും തോറും വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുക. വസു, ഒരു ഗ്ലാസും കൂടി ഒഴിക്ക്. യെസ്, എൻജോയ്.
ഭാസ്കരേട്ടാ, പറ അബി. ബാലാജി ടെമ്പിൾ ബ്രഹ്മോത്സവം ഫയൽ എവിടെയാ ഇരിക്കുന്നത്? അത് അഖിലിന്റെ കയ്യിൽ കൊടുത്തിരിക്കുക അബി. അഖിൽ, എന്താ ഏട്ടാ? അഖിൽ, ബാലാജി ടെമ്പിൾ ബ്രഹ്മോത്സവം ഫയൽ എവിടെയാ ഇരിക്കുന്നത്? ആ ഫയല് വീട്ടിൽ ഇരിക്കേട്ടാ. ഓഫീസ് ഫയൽ എന്തിനാ വീട്ടിൽ കൊണ്ടുവച്ചേ? അത് പിന്നെ ഏട്ടാ, വീട്ടിലാണോ അതോ ഇനി വേറെ എവിടെയെങ്കിലാണോ വെച്ചത്? കാർത്തികോട് ചോദിച്ചിട്ടും അത് എവിടെയാണെന്ന് നോക്കാം ഏട്ടാ. ഫയൽ വീട്ടിലുണ്ടെങ്കിൽ ഡ്രൈവർ അയച്ച് എത്രയും പെടുത്തി ഇവിടെ എത്തിക്കണം. ഓക്കെ, ക്വിക്ക്. കാർത്തിക, ആരാ എടുത്തി? അഖില്. ആ, ഒരു മിനിറ്റ്. ഹലോ അഖിൽ. നീ എവിടെയാ കാർത്തിക? ഞാൻ വേറെ എവിടെ ആയിരിക്കുവാടാ? ഞാൻ വീട്ടിലാടാ. അതേടാ. എടാന്നോ? അതേടാ. അവിടെ എന്താ ബഹളം കേക്കുന്നേ? ഞാൻ ഇവിടെ ഡീജെ ചെയ്തോണ്ടിരിക്കടാ. അതേടാ. അതെന്തിനാ? നിന്റെ ശബ്ദം എന്താ വല്ലാണ്ടിരിക്കുന്നേ? നിങ്ങൾക്ക് മാത്രമേ പാർട്ടി ചെയ്യാൻ പാടുള്ളോ? ഞങ്ങള് വീട്ടില് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുക. എന്ത് പാർട്ടിയാടി? കൂൾ ഡ്രിങ്ക് പാർട്ടി. എന്താണെന്ന്? കൂൾ ഡ്രിങ്ക് പാർട്ടിയാ? അതേടാ, പുതിയ തരം ഒരു കൂൾ ഡ്രിങ്ക്. പുതിയൊരു ടൈപ്പ് കൂൾ ഡ്രിങ്ക് പോലെയുണ്ട്. നല്ല കിക്കുണ്ട്. സുമ ആന്റി, ഭാവന എടുത്തി, വസു എടുത്തി, എല്ലാവരും ചേർന്ന് ഫുൾ എൻജോയ്മെന്റിലാ. അല്ല, നിനക്ക് എവിടെന്നാ കൂൾ ഡ്രിങ്ക്സ് കിട്ടിയത്? ഏയ്, ഇങ്ങോട്ട് താടി. എന്തിനാ ഇപ്പൊ ഫോൺ ചെയ്തേ? ഞങ്ങളെ ശല്യം ചെയ്യാതെ ഫോൺ കട്ട് ചെയ്യടാ. അതല്ല ഇളമേ, പറയുന്ന കേക്ക്. ആ ഡ്രിങ്ക്സ് എവിടെന്നാ കിട്ടിയേ? അതോ വസു തന്നതാടാ. എന്റെ ചക്കര കുട്ടി വസു തന്നതാടാ. ഓ ഗോഡ്. ആ വസു, കുറച്ചുകൂടി ഗ്ലാസ്സിലേക്ക് ഒഴുകിയേ. ഫോൺ വെക്കടാ. കട്ട് ചെയ്യാൻ പറഞ്ഞില്ലടാ. ഞാൻ വെക്കാൻ പോവാ. കാർത്തിക, ഫോൺ അല്ലാതെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്ക്. അതെ, എല്ലാരും ഫോൺ ഓഫ് ചെയ്തേക്ക്. ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതെ, നമുക്ക് എൻജോയ് ചെയ്യാം. എന്താ പറ്റിയ? എല്ലാം കൊളമായി ഏട്ടാ. എന്ത് പറ്റിയെങ്കിൽ ആ ഫയൽ എവിടെ അറിയില്ലേ? ആ ഫയലിന്റെ കാര്യമൊക്കെ അവിടെ നിക്കട്ടെ. നമ്മള് വസു എടുത്ത് ഏൽപ്പിച്ച ഡ്രിങ്ക്സ് ഇല്ലേ, കൂൾ ഡ്രിങ്ക്സ് ആണെന്ന് പറഞ്ഞ് അതെല്ലാവരും എടുത്ത് കുടിച്ചു. അതെങ്ങനെയാടാ? എനിക്കൊന്നും അറിയില്ല ഏട്ടാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അഖിൽ, കാർത്തികയെ വിളിച്ചായിരുന്നോ? ഫയലിന്റെ കാര്യം എന്തായി? എന്താ മിണ്ടാ നിൽക്കുന്നത്? എന്താണെന്ന് പറ. ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി അബി. പേപ്പറിൽ നമ്മളെ പറ്റി ആർട്ടിക്കിൾ വന്നുകൊണ്ട് ഞാനും അഖിലും കൂടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എന്തായി കാണിച്ചേ? പാർട്ടി പുറത്തല്ലേ നടത്തേണ്ടത്? ബോട്ടിലെടുത്താരെങ്കിലും വീട്ടിനകത്ത് കൊണ്ടുവരൂ. അവരെല്ലാം കൂടി കുടിച്ച് അവിടെ ബഹളം വെക്കുക ഏട്ടാ. ഫംഗ്ഷന് പോയിരിക്കുന്ന അമ്മയും അച്ഛനും തിരികെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആകെ പ്രോബ്ലം ആവും. നീ അവരെ വിളിക്ക, ഞാൻ സംസാരിക്കാം. എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുക. എന്തെങ്കിലും പ്ലാൻ ചെയ്തതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും ഒരു വാക്ക് പറയണം. വേഗമാ വീട്ടിലേക്ക് പോ. Finally here! Everybody
Everybody in the cinema, watch us. Ooh.